ഹായ് മക്കൾസ്, ഡയറക്ടിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇച്ചിരി വില്ലനായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഒരുപാട് ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തേത് 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റുക? വളരെ ഭംഗിയായിട്ട് എഴുതണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആദ്യം ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എഴുതുക. പേ ആൻഡ് അലവൻസ് ആൻഡ് കമ്മീഷൻ. സാലറി, പേ ആൻഡ് അലവൻസ് എന്ന് പറയുമ്പോൾ സാലറി, ഇൻസെന്റീവ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരും. വേജസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് അഥവാ സാമ്പത്തികേതര ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ളത് 4 മാർക്കിന്റെ ഒരു ചോദ്യം. ലിസ്റ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ട്. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രം ചോദിക്കണം എന്നില്ല. ഈ പറയുന്നതിൽ ഏതെങ്കിലും 1 or 2 സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇവിടെ ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും 4 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ടും നിങ്ങൾ 8 പോയിന്റ്സ് എഴുതണം. ഒരു പോയിന്റിന് ഹാഫ് മാർക്ക് വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനിയുള്ളത് എന്തൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്? മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റി ഓഫ് കമാൻഡ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്, മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ഫോളോ അപ്പ്. കറക്റ്റ് 8 പോയിന്റ്സ് ആണുള്ളത്. ഹാഫ് മാർക്ക് വെച്ച് 8 എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് കണ്ണടച്ച് നിങ്ങളുടെ കയ്യിലിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ സെമാൻറ്റിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ടും ചോദിക്കുക സെമാൻറ്റിക് ബാരിയേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ചോദിക്കാം, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ചോദിക്കാം, പേഴ്സണൽ ബാരിയേഴ്സ് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ആ 4 മാർക്ക് വീതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെച്ചേക്കണം. കാരണം ഇതെല്ലാം കൂടി ഒന്നിച്ച് 8 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ആദ്യം നമുക്ക് സെമാൻറ്റിക് ബാരിയേഴ്സ് നോക്കാം. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എൻകോഡ് ചെയ്യുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കാം? ഒരേ വാക്ക് പക്ഷെ 2 മീനിങ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മീനിങ്, കേൾക്കുന്ന ആള് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നത് വേറൊരു മീനിങ്ങിൽ. ട്രാൻസ്ലേഷനിൽ വരുന്ന മിസ്റ്റേക്സ് ആവാം. ടെക്നിക്കൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്ത പ്രശ്നമാവാം. ബോഡി ലാംഗ്വേജ് ആൻഡ് ജെസ്റ്റേഴ്സിന്റെ പ്രശ്നമാവാം. ഡീകോഡിങ് അല്ലെങ്കിൽ അൺക്ലാരിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ഇത്തരത്തിലുള്ള ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളത് സെമാൻറ്റിക് ബാരിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അഥവാ അർത്ഥസംബന്ധമായിട്ടുള്ള പ്രതിബന്ധങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ? എക്സ്പ്ലെയിൻ. ഡയറക്ഷൻ എലമെന്റ്സ് എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 8 മാർക്കിനുള്ള ചോദ്യം ആവുമ്പോൾ നിങ്ങൾ എങ്ങനെയാ അത് എഴുതുക? ഇത് 8 മാർക്കിന് തന്നെ ചോദിക്കണം എന്നില്ല. ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിന് വരാം. ഇനി അതും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ വരാം. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മുടെ 8 മാർക്കിന് എലമെന്റ്സ് ചോദിച്ചതുകൊണ്ട് ആദ്യം നിങ്ങൾ സൂപ്പർവിഷൻ എന്താണെന്ന് എടുത്തെഴുതുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഓവർസീ ചെയ്യുന്നതിനാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതിൽ ഗൈഡിങ്, ഇൻസ്ട്രക്ഷൻ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഈ പറയുന്നതൊക്കെ സൂപ്പർവിഷനിൽ വരും. ഇനി നിങ്ങൾ എഴുതേണ്ടത് സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താ ഇമ്പോർട്ടൻസ് ആയിട്ട് എഴുതാൻ പറ്റുക? വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ലിങ്ക് ആണ്. കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സുമായിട്ട് ഡേ ടു ഡേ കോണ്ടാക്റ്റിലുള്ളത് ഈ പറയുന്ന സൂപ്പർവൈസേഴ്സ് ആണ്. ആൻഡ് ഗ്രൂപ്പ് യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇവർ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ടാർഗറ്റ് പ്രകാരം തന്നെയാണ് ഓർഗനൈസേഷനിൽ വർക്ക് നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ ഓൺ ദ ജോബ് ട്രെയിനിങ് വർക്കേഴ്സിന് കൊടുക്കുന്നതും ഈ പറയുന്ന സൂപ്പർവൈസേഴ്സ് ആണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് വരാം, ആൻഡ് ദാറ്റ് ഈസ് മോട്ടിവേഷൻ. എന്താ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനോ നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഈ മോട്ടിവേഷൻ ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ പോവാണ്. എന്താ മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവലും ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ലെവലും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേഷൻ ഉള്ളത്. അതുപോലെ ദെൻ പലതരത്തിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിലേക്ക് മാറ്റാൻ മോട്ടിവേഷനെ കൊണ്ട് സാധിക്കും. എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ വരാതിരിക്കുന്ന ആബ്സെന്റിസം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ആൻഡ് പുതിയ പുതിയ ചേഞ്ചസ് വളരെ സ്മൂത്ത് ആയിട്ട് ആരും എഫക്ട് ചെയ്യാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ലീഡേഴ്സിന് ഈ പറയുന്ന മോട്ടിവേഷൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി ലീഡർഷിപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആൾക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് നമ്മൾ പറയുക. ഇനി ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വരാനും അത് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും കാരണമാക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ആണ് നമുക്ക് പറയാം. ആൻഡ് പുതിയ പുതിയ ചേഞ്ചസ് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എംപ്ലോയീസുമായിട്ട് പേഴ്സണൽ റിലേഷനിൽ അവർ നിൽക്കും. അതാകുമ്പം അവർ പറയുന്നിടത്ത് എംപ്ലോയീസ് നിൽക്കും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ലീഡർഷിപ്പിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് handles conflicts effectively and does not allow adverse effects resulting from the conflicts. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും ആര് ചെയ്യും? ഈ ലീഡർ ചെയ്യും. ദെൻ സബോർഡിനേറ്റ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാനും ലീഡർഷിപ്പ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയമാണ്. So, transfer of information from the center to the receiver with the information being understood by the receiver. ഞാൻ റിസീവർക്ക് റിസീവറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കത് മനസ്സിലാവുകയും ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ കോർഡിനേഷന്റെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ സ്മൂത്ത് വർക്കിങ്ങിന് സഹായിക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു അടിത്തറയായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു, മാനേജറിയൽ എഫിഷ്യൻസി കൂട്ടുന്നു, കോർപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ് കൂട്ടുന്നു, എഫക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ടാക്കുകയാണ്, ദെൻ മോറൽ ആൻഡ് പ്രൊവൈഡ് മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്കുള്ളത്. ഇനി 5 മാർക്കിന്റെ ഒരു ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. 5 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക? ആദ്യം നിങ്ങൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയണം. നമ്മുടെ ഒഫീഷ്യൽ ചെയിൻ അഥവാ സ്കെയിലർ ചെയിനിലൂടെ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനിൽ നടക്കുന്നതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പാത്താണ് എന്ന് നമുക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇത് 2 രീതിയിലാവാം, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനും ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനും. എന്താ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർട്ടിക്കലി ആണ് ഇത് ഫ്ലോ ചെയ്യുക. അതായത് ഒന്നുകിൽ അപ്വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും. സോ അപ്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബോർഡിനേറ്റ് സുപ്പീരിയറിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതാണ്. ഡൗൺവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ സബോർഡിനേറ്റിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ്. ഇനിയുള്ളത് നമ്മുടെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരിക. ഒരു ഡിവിഷനിൽ നിന്നും മറ്റൊരു ഡിവിഷനിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന സമയത്താണ് അത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആവുക. അപ്പോൾ വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതൊരു സ്ട്രക്ചറിലാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരക്കാം. എങ്ങനെ വരക്കാം? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ 2 ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനും ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനും. ഇനി വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അഗൈൻ അപ്വേർഡ് ആവാം, ഡൗൺവേർഡ് ആവാം. അപ്വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് സുപ്പീരിയേഴ്സിനോട് പറയാനുണ്ടെങ്കിൽ, ലീവ് അപ്ലിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ, അങ്ങനെയുള്ളതൊക്കെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഡൗൺവേർഡ് ആണെങ്കിലോ എംപ്ലോയീസിന് എന്തെങ്കിലും നോട്ടീസസ് കൊടുക്കാനുണ്ടെങ്കിൽ, സർക്കുലേഴ്സ് കൊടുക്കാനുണ്ടെങ്കിൽ, മെമ്മോ കൊടുക്കാനുണ്ടെങ്കിൽ, ഇതൊക്കെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനിയുള്ളത് the pattern through which communication flows within the organization is generally indicated through communication network. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ പലതരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. അത് സിംഗിൾ ചെയിൻ ആവാം, വീൽ ആവാം, സർക്കുലർ ആവാം. അപ്പൊ ഇത്രയും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് അതുപോലെ ഈ ഫോർമലിൽ കണ്ടതുപോലെ തന്നെ ഇൻഫോർമലിലും വരുന്നുണ്ട്. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പ്രയോറിറ്റി നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷന് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾ നമ്മുടെ ഡയറക്റ്റിങ്ങിന്റെ എലമെന്റ്സിന്റെ എല്ലാ ആസ്പെക്റ്റുകളും കണ്ടു, കമ്മ്യൂണിക്കേഷന്റെ എല്ലാ ആസ്പെക്റ്റുകളും കണ്ടു. അപ്പോൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ മേ ബി 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ 2-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു 5 മാർക്കും ഒരു 3 മാർക്കും ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇത്രയും കണ്ടന്റിൽ നിന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും 1 വേർഡിന്റെ ക്വസ്റ്റ്യൻസ് വരാം. പലതരം പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിബിലിറ്റീസും നമ്മൾ ഒഴിവാക്കുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സമയമുണ്ട്. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇത്തവണത്തെ ബിസിനസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെയാണ്. അത്രയും ചിന്തിച്ചാൽ മാത്രം മതി. ആ ഒരു കോട്ട് നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് പഠിക്കുമല്ലോ, നല്ല മാർക്സ് വാങ്ങിക്കുമല്ലോ. ഓൾ ദി ബെസ്റ്റ്.